എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ ഇ.ഡി. നടപടികളിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. ഹോക്കി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ചിന്നക്കട ബസ് ബേയിൽ സമാപിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ നടന്ന റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ചാണ് എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. എസ്.എഫ്.ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഹോക്കി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ചിന്നക്കട ബസ് ബേയിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം CPIM ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. ആ റെയ്ഡ് നടത്തിയതിനു ശേഷം കോഴിക്കോട്ട് നിന്നും വീട്ടിൽ നിന്നും യാതൊരു രേഖകളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന്, ഒരു തെളിവും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അന്വേഷണ സംഘം എഴുതി കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് അവർ തിരിച്ചുപോയത്. CPIMനെ ദുർബലപ്പെടുത്തി കടന്നാക്രമിക്കാൻ അതിൻ്റെ നേതാക്കന്മാരെ വേട്ടയാടുന്ന രീതി മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലാണ് അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ 10 മാസത്തിലധികം തടവിൽ പാർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം യാതൊരു കുറ്റവുമില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായത് 2021 അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പാർട്ടിയുടെ PB അംഗത്തെയും മുൻ മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്തി കടന്നാക്രമിക്കാനുള്ള പരിശ്രമത്തിനെതിരെ അണപൊട്ടിയൊഴുകുന്ന വികാരത്തോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതിഷേധമാണ്. പാർട്ടിയുടെ അടിത്തട്ടിലുള്ള ഓരോ അനുഭാവി മുതൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വരെ ഈ പോരാട്ടത്തിൽ സജീവമായി രംഗത്ത് വന്നു. എസ്.എഫ്.ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗോപികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അജ്മൽ, ജില്ലാ പ്രസിഡന്റ് അസ്ലം ഷാജഹാൻ, സെക്രട്ടറി S. വിഷ്ണു, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ നന്ദു, അഭിജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.